ഫ്രണ്ട്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുപുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വന്നിരിക്കുന്നത് നമ്മുടെ ബസ് മിനാറ്റ് ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റിയ പുതിയ കേരള ട്രാഫിക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കേരള ട്രാഫിക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഏറ്റവും പുതിയ ട്രാഫിക്കാണ് വന്നിട്ടുള്ളത്. സൗത്ത് ഇന്ത്യൻ ട്രാഫിക് എന്നാണ് ഈ ട്രാഫിക്കിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ട്രാഫിക് മോഡ് അതിനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. നമുക്ക് വീഡിയോ എടുക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നിട്ട് യൂട്യൂബ് വീഡിയോയുടെ ആണ്, നമ്മുടെ KBC കണ്ണൂരിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കുറേ ലിങ്കുകൾ കാണാം. 4.3.3 ആണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരള ട്രാഫിക് മോഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് 4.3.3. അപ്പോൾ ഇതിൽ കുറേ ലിങ്കുകൾ കാണാം. മാപ്പ് ഡൗൺലോഡ് APK, പിന്നെ വെറുതെ APK, പിന്നെ സൗത്ത് ഇന്ത്യൻ ട്രാഫിക് മോഡ്, സ്പീഡ് ട്രാഫിക്, നോ ഡാമേജ്, ജെറ്റ് ബസ് സ്പീഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ മാപ്പുകൾ നമുക്ക് എല്ലാ മാപ്പുകളും വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് 4.3.3 മാപ്പ് ഡൗൺലോഡ് APK വേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് APKയും നോർമൽ APKയും പിന്നെ കേരള ട്രാഫിക് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് APK 4.3.3 എന്ന് പറഞ്ഞ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് രണ്ടാമത്തെ ലിങ്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പേജിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് ലോഡായി വരുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിട്ടും വരാം. അപ്പോൾ അതിലൂടെ ഒരു ബ്ലൂ കളർ ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അവിടെ മുകളിൽ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അങ്ങനെ ലോഡായിട്ട് വരും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ആഡ്സ് വെയിറ്റ് ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ആഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സെക്കൻഡ്സ് കാണാം. അതായത് 8 സെക്കൻഡ്സ്, 8, 6, 7 അങ്ങനെ കുറച്ച് സെക്കൻഡ്സ് പോകണ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ്സ് 1 സെക്കൻഡായി. അതേ കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം ഇവിടെ ഒരു ഗോ ടു ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളർ ബട്ടൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനുശേഷം അത് ഇങ്ങനെ ഒരു ഗോ ടു ലിങ്ക് തന്നെ ആയിട്ട് മാറും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും എത്തുക. അപ്പോൾ ഏകദേശം 20 സെക്കൻഡ് നമ്മൾ ഈ ഒരു പേജിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം. അപ്പോൾ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ കണ്ടിന്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡൊക്കെ വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ആഡ്സ് ഫ്ലൈൻ്റെ മെയിൻ വെബ്സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 സെക്കൻഡ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുശേഷം ഇവിടെ അടിയിൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിൽ നമ്മളെത്തും. അതിനുശേഷം നമുക്ക് ഈ ഫയൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ പേജിലെത്തും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഐക്കൺ കാണാം. അതായത് ഡൗൺലോഡ് ഏകദേശം 334 MB ആണ് സൈസ് വരുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ ഫയലും കൂടി ഡൗൺലോഡ് ചെയ്യണം. അതായത് OBB സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് ഞാൻ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് മിനാറ്റ് ഇൻഡോനേഷ്യയുടെ APK ഫയലും അതേപോലെ തന്നെ നമ്മുടെ KBC കണ്ണൂർ സൗത്ത് ഇന്ത്യൻ ട്രാഫിക് ഫയലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 2 എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫോൾഡറിലാണ് ഇട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ സെയിം ഫോൾഡർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എക്സ്ട്രാക്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ APK ഫയലാണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇനി ട്രാഫിക് ഫയൽ ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ജസ്റ്റ് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിന് ജസ്റ്റ് എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ APK ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ബസ് സിമുലേറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതേപോലെ സ്റ്റേജിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ലോഡാവും. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു. ശേഷം ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സംഭവങ്ങൾ വരില്ല. ജസ്റ്റ് ഇവിടെ അലവ് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വരും. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റാത്തി വന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എവിടെയാണ് നമ്മുടെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടിരിക്കുന്നത് ആ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ ട്രാഫിക് ഫയലിൻ്റെ ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് അമർത്തി പിടിക്കുക. കോപ്പി അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് എടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് മിനാറ്റ് ഇൻഡോനേഷ്യ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആയത് ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. ഈ സൈഡിലത്തെ ലുക്ക് സംഭവങ്ങളൊക്കെ അടിപൊളിയുണ്ട്. ലൗഡ് ആൻഡ് പ്രൗഡ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് മൊത്തം ലൈറ്റിങ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ട്രാഫിക്കൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ നോക്കി കാണാം. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വണ്ടികൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാഫിക്കിലത്തെ വണ്ടികളാണ്. നല്ല രസമായിട്ട് കുറേ മോഡിഫൈ ചെയ്ത പോലത്തെ ഗ്രാഫിക്സ് അടിച്ച പോലത്തെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതായത് നമ്മുടെ ടാങ്കർ വണ്ടികൾ, അങ്ങനെ കുറേ വണ്ടികൾ കാണുന്നുണ്ട്. പിന്നെ കാറുകൾ, പിന്നെ അതേപോലെ തന്നെ ബസ്സുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഓടിച്ച് നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ലൈറ്റിങ്, ഇതാണ് ലൈറ്റിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈറ്റിങ്ങും അത്യാവശ്യം നല്ല അടിപൊളി ട്രാഫിക്കും ഉണ്ട്. വണ്ടികളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തായാലും സൗത്ത് ഇന്ത്യൻ ട്രാഫിക്കിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ. അപ്പോൾ എത്ര എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ.